ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സരയുവിനോട് കിരൺ ചോദിക്കുവാണ്, ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ എന്ന്. കാരണം സരയു ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സരയു പറയുക, എല്ലാം മറന്ന പോലെയെന്ന് പറയുക. അപ്പോൾ കിരൺ പറയുക, പഠിച്ചിറങ്ങിയതിന് ശേഷം നീയൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും വന്നിട്ടില്ലല്ലോ. ഈ നാട്ടിലെ ഏറ്റവും നല്ല സിവിൽ എഞ്ചിനീയറാണ് ഹരിയേട്ടൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിരുന്നുവെങ്കിൽ നീയും നല്ലൊരു ആർക്കിടെക്റ്റ് ആയേനായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ സരയു പറയുക, എനിക്കെല്ലാം പഠിച്ചെടുക്കണം. സിവിൽ എഞ്ചിനീയറിങ്ങിന് നിനക്കറിയാമല്ലോ, ഞാനൊരു വിധത്തിൽ അങ്ങ് പഠിച്ചതാ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാം പഠിച്ചെടുക്കണം എന്നുള്ളത് നല്ല ആവശ്യമുണ്ടെന്ന് പറയാം. അപ്പോൾ ഹരിയേട്ടൻ അങ്ങോട്ട് വരുവാട്ടോ. അപ്പോൾ കിരൺ പറയാ, ഹരിയേട്ട ഇവൾ പറഞ്ഞത് കേട്ടല്ലോ, ഇവൾ നല്ല ആവേശത്തിലാണ്, എല്ലാം പഠിച്ചെടുക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഹരിയേട്ടൻ പറയാം, സരയിൻ്റെ സ്വഭാവം മാറിയ സ്ഥിതിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ് സാറേ എന്ന് പറയുവാണേ. അപ്പോൾ കിരൺ പറയാം, ഹരിയേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, ഹരിയേട്ടൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ ഹരിയേട്ടൻ്റെ ഒപ്പം നീ കൺസ്ട്രക്ഷൻ സൈറ്റിലും എല്ലായിടത്തുമൊക്കെ പോകണം കേട്ടോ. നീ ഹരിയേട്ടൻ്റെ കൂടെ പോക്കോ, എല്ലാം കണ്ട് പഠിച്ചോളൂ എന്ന് പറയുവാണ് കിരൺ. എഞ്ചിനീയേഴ്സുണ്ട്, അവരുടെ ഹെൽപ്പും നിനക്ക് കിട്ടും. അതുകൊണ്ട് നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. ഇനി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിലും പഠിച്ചതൊക്കെ നിനക്ക് അവിടെയും ഉപകാരപ്പെടുമെന്ന് പറയാം. അപ്പോൾ ഹരി പറയുക, സരയു ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇവിടെയുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറാനേ തോന്നത്തില്ല. കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അർഹതയുള്ളവർക്ക് സാർ കൊടുക്കാറുമുണ്ട്. എല്ലാവരും ഹാപ്പിയാണ് എന്ന് പറയുവാണേ. ആ കിരൺ പറയാം, എന്നാൽ ഇവളുടെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുക ഹരിയേട്ടാ. ദേ 1 മാസം നിനക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം, അതിനുള്ളിൽ നീ എല്ലാം പഠിച്ചെടുത്തോണം. നീ ഓർത്തെടുത്തോണം, ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. വീടിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം നീ പഠിച്ച രീതിയൊന്നുമല്ല കസ്റ്റമേഴ്സിന് വേണ്ടത്. ഹരിയേട്ടൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പഴയതും പുതിയതും ഹരിയേട്ടന് നന്നായിട്ട് അറിയാം. അത് നിനക്ക് ഗുണമേ ചെയ്യൂ. ശരി നടക്കട്ടെ, നോക്കിക്കോ ഹരിയേട്ടാന്നും പറഞ്ഞിട്ട് കിരൺ അങ്ങ് പോവാട്ടെ. ഹരി അപ്പം ശരി പറഞ്ഞു കൊടുക്കാം കിരൺ എന്നും പറഞ്ഞു കൊടുക്കാം കിരൺ സാർ എന്ന് പറഞ്ഞിട്ട് നേരെ പോണേ. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന കിരൺ കുറച്ച് ദൂരെ പോയി നിന്ന് നോക്കും കേട്ടോ. പിന്നെ നേരെ കല്യാണിയുടെ ക്യാബിനിലേക്കാണ് കേട്ടോ കിരൺ വരുന്നത്. കിരൺ വന്നിട്ട് പറയാം, സരയുവിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ നല്ല ഉത്സാഹമുണ്ട് കേട്ടോ കല്യാണി എന്ന് പറയുവാണേ. പണ്ട് ഭയങ്കര മടിച്ചായിരുന്നു അവൾ. ഞാനും അമ്മയും അങ്കിളും ആൻറ്റിയും ഒക്കെ ഒരുപാട് പ്രഷർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. വരാതിരുന്നത് നന്നായിട്ടോ, ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിന്നെ പറഞ്ഞു വിട്ടേനായിരുന്നു. കല്യാണി പറയാം, ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. കിരൺ പറയാം, അത് ഞാനും നീയും തമ്മിലുള്ള അടുപ്പ് അറിഞ്ഞതിന് ശേഷമാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരോടും അടുത്ത് ഇടപെടുന്നത് പോലും അവൾ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. തുടക്കത്തിൽ നിന്നോട് സിമ്പതി കാട്ടിയ സ്ഥിതിക്ക് നീ അവളുടെ നോട്ടപ്പുള്ളി ആയേനായിരുന്നു എന്ന് പറയുകയാണേ. കല്യാണി പറയാം, കാലം ഏതൊക്കെ രീതിയിലാണല്ലേ മനുഷ്യനെ മാറ്റിമറിക്കുന്നതെന്ന് പറയാം. കിരൺ പറയാം, സരയു ഈ രീതിയിൽ പോയാൽ മതിയായിരുന്നു എന്ന്. എന്നിട്ട് കിരൺ പറയണം, അതേ കല്യാണി, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആദർശേട്ടൻ വിളിച്ചിരുന്നു, നല്ലൊരു പയ്യനുണ്ട്, അവൻ സിവിൽ എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞത്, നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞത്. എടി കാർത്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ കല്യാണി പറയാം, മനസ്സിലായി, ആദർശേട്ടൻ പറഞ്ഞതാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയാം. അപ്പോൾ കിരൺ പറയാം, അവരെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് കുഴപ്പക്കാരിയൊന്നും നമ്മുടെ അടുത്തേക്ക് വിടില്ല. നമ്മുടെ ആദർശിൻ്റെ മെയിൻ ബ്രാഞ്ചിലെ മാനേജറുടെ പരിചയത്തിലുള്ളതാൻ പറ്റിയൊരു പയ്യൻ. ഈവൻ ഫ്രീലാൻസായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോകുന്നില്ല ഈ പയ്യൻ. വീട്ടിൽ നിന്ന് തന്നെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുവാണ്, പ്ലാനൊക്കെ വരച്ചു കൊടുക്കുവാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളൊരു പയ്യനാണ്. ഇനി കല്യാണത്തിന് ശേഷം അവന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടാമല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ കല്യാണി പറയും, എന്തായാലും ആലോചന നടക്കട്ടെ കിരണേട്ടാ, അച്ഛനും ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഒരു ബന്ധം ഉറക്കുന്നത് നല്ലതല്ലേ എന്ന് പറയുമ്പോൾ കിരൺ പറയാം, എന്നാൽ ഞാൻ ആദർശിനെ വിളിച്ചു പറയാം, ആ പയ്യൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കാർത്തിയുടെ വീട്ടിലിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇനി കാർത്തിയുടെ മനസ്സ് എപ്പോഴാണ് മാറണേന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വിടാമെന്ന് പറയും. അപ്പോൾ കല്യാണി പറയും, ഗംഗാപ്രസാദ് ജയിലിലാണ്, അവൻ വരുന്നതിന് മുമ്പ് കാർത്തികേച്ചി ഒരു തുണ ഉണ്ടാവണമെന്ന് കല്യാണി പറയുക കേട്ടോ. ഈ സമയത്തേക്ക് നമ്മുടെ ജയിലാണ് കാണിക്കുന്നത്. ഗംഗ ജയിലിൽ കമ്പിയൊക്കെ ഇളകിയിട്ടുണ്ടോ നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രം പറയുക, ചാടുമ്പോൾ ഒന്നിച്ച് ചാടാൻ ചേട്ടാ എന്ന് പറയുകയാണ്. എന്താ ടൂറ് പോകണ പോലെ ഒന്നിച്ച് പോകാമെന്നൊക്കെ പറയുന്ന പോലെ ജയിലിൽ നിന്നേ. അപ്പോൾ ഗംഗ പറയുക, ചാടുമ്പോൾ രണ്ടുപേരും കൂടി ചാടി ഉറപ്പായിട്ടും പിടിക്കപ്പെടുകൂടാ, നീ പോയിട്ട് നീ ചാടിയാൽ മതി
എന്തായാലും ഞാൻ പോയിട്ട് നീ ചാടിയാൽ മതി, 1 മണിക്കൂറിനൊക്കെ ശേഷം ചാടിയാൽ മതി. നീ പോയിട്ട് ഒന്നും നടന്നില്ല, സ്റ്റെഫിയെ കൊണ്ടൊന്നും നടന്നില്ല, ഇനി ഞാൻ പോയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കേ, ചേട്ടൻ 2-3 തല എടുത്തിട്ടല്ലേ വരുള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ ഗംഗ പറയും, കിരണും കല്യാണിയും നമ്മളെ മൊത്തത്തിൽ അങ്ങ് മുക്കിയതല്ലേ. വിക്രം പറയും, ഞാൻ പരോളിൽ ഇറങ്ങിയപ്പോൾ തലനാരിഴയ്ക്ക കാര്യങ്ങൾ അകന്നു പോയത്, അല്ലെങ്കിൽ കല്യാണി കാർത്തികയും ഇന്നുണ്ടാകില്ലായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും അവർക്കൊക്കെ. കാരണം അത്രമാത്രം ദ്രോഹിക്കാൻ ആൾക്കാരുണ്ടായിട്ട് അവരൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഗംഗ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടാ, ചെന്നൈയിൽ ഒത്തിരി കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആയുസ് നീട്ടി കിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാം അവതാളത്തിലായി എന്ന് പറയുക കേട്ടോ. ഗംഗ അവതാളത്തിലായിപ്പോയി. നീ പൊക്കോ, നമ്മളിവിടെ 2 പേരും കൂടി നിൽക്കുന്ന ആ വാർഡൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പിടിക്കും, അതുകൊണ്ട് പൊയ്ക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടിയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും, ചേട്ടാ 1-2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഇളക്കി മറിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയും, ഉറപ്പായിട്ടും എന്ന് പറയണേ. വിക്രം പറയാം, ചേട്ടാ ചാടിയത് കഴിഞ്ഞ് ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ചാടുമെന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നീ എന്തായാലും ഇപ്പം അങ്ങ് പോകുമെന്ന് പറയും. വിക്രം അങ്ങനെയൊന്നും വരത്തില്ല, നീ എൻ്റെ ഒപ്പെങ്ങാനും ചാടുവാണ് നിന്നെ ഞാൻ അടിച്ച് നിന്നെ നിലത്തിട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവാണ് കേട്ടോ. ഇല്ല ചേട്ടാ ഞാൻ പോവാമെന്നും പറഞ്ഞിട്ട് വിക്രം അങ്ങ് പോവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ജയിൽ സൂപ്രണ്ടിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരും കേട്ടോ. ചന്ദ്രസേനനാണ് വിളിക്കുന്നത്. സേനൻ സാറേ പറഞ്ഞോന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ ആ ഗംഗാപ്രസാദിനെ സൂക്ഷിക്കണം കേട്ടോ, അവൻ്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ, ചെന്നൈയിൽ പലപ്പോഴും അവൻ ജയിലിൽ ചാടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സൂപ്രണ്ട് പറയാം, സർ പറഞ്ഞത് നന്നായി, ഇവിടെ ഉള്ള പല വാർഡന്മാർക്കും അവനോട് കുറച്ച് സിമ്പതി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെല്ലാവർക്കും പേടിയാണ്, അവൻ പുറത്തിറങ്ങിയാൽ ഇവരെയൊക്കെ തീർത്ത് കളയുന്നുള്ളൊരു പേടിയൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ചന്ദ്രൻ പറയാം, കണ്ണെന്ന് തെറ്റിയാൽ അവൻ്റെ സ്വഭാവം അവൻ കാണിക്കും, അതുകൊണ്ട് നിത്യവും സെല്ലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുവാണേ. അപ്പം സാറ് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കുവാണെന്ന് വെച്ച് നേരെ ബെല്ലടിക്കുമ്പോൾ വാർഡൻ വരും കേട്ടോ. അപ്പോൾ വാർഡനോട് പറയുകയാണ്, ഗംഗാപ്രസാദിനെ ശ്രദ്ധിക്കുന്നുണ്ടോടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് സാറേ, എന്നിട്ട് ഞാൻ വരുമ്പോഴൊക്കെ മറ്റുള്ള തടവുകാരോടൊപ്പം ജോലി ചെയ്യുന്നതൊന്നും ഞാൻ കാണാറില്ല, തനിക്കെന്താ പേടിയാണോ അവരെയൊക്കെ, അവൻ ഭിത്തിയോ കമ്പിയോ എവിടെയെങ്കിലുമൊക്കെ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ കോൺസ്റ്റബിൾ നമ്മുടെ വാർഡൻ പറയണേ, എല്ലായിടത്തും ശ്രദ്ധിക്കുന്നുണ്ട് സാറേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ വാർഡൻ ചെല്ലുമ്പോൾ ഗംഗ അവിടെ ഇങ്ങനെ തളർന്നു കുത്തി താഴെ ഇരിക്കുന്ന പോലെ കേട്ടോ. അവൻ കമ്പി ഇളക്കാനുള്ള പരിപാടി നോക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. നീ എന്താ ഇങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചാൽ വല്ലാത്ത ക്ഷീണം സാറേ എന്ന് പറയുവാണേ. നിൻ്റെ കഴിഞ്ഞ കാലം അറിയുന്നത് കൊണ്ട് സൂപ്രണ്ടിൻ്റെ മേളിൽ നിന്നൊക്കെ എപ്പോഴും വിളി വരുന്നുണ്ട്, നീ വല്ല കമ്പിയൊക്കെ ഇളക്കി വെച്ചിരിക്കണം. ഗംഗ പറയാം, അറിയില്ല, പോലീസ് നമ്മുടെ വാർഡിനെ നീ പറയാം, ഇങ്ങനെ കാല കൊണ്ട് ഷൂ കൊണ്ടൊക്കെ ഒന്ന് തട്ടി തട്ടി നോക്കുമ്പോൾ ഈ കിലുക്ക സൗണ്ട് കിട്ടുന്നു കേട്ടോ. അപ്പോൾ എടാ ഇതൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണല്ലോ, നീ വാടാ എന്നൊക്കെ പറയാം ഇറങ്ങടാന്നൊക്കെ പറയും. എൻ്റെ സാറേ എന്നാണ് സാറേ, ഞാനൊരു കുഴപ്പവും കാണിച്ചിട്ടില്ല, എന്നെ ഇവിടുന്ന് പറപ്പിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിക്കുക. അപ്പം നേരെ വാർഡനോട് പറയണേ, സാറേ ഇതൊന്നും കണ്ടില്ലെന്ന് വെച്ചാൽ എൻ്റെ പണി പോവോടാ സാറേ, ഞാൻ കുറേയൊക്കെ ഫേവർ നിനക്ക് ചെയ്തു തരുന്നുണ്ട്, അത് നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് പണിയെടുപ്പിക്കാതെയും ഒക്കെ ചെയ്യുന്നത്, പക്ഷെ നീ ഇങ്ങനെയുള്ള ചെയ്താൽ എൻ്റെ പണി പോവോടാ, റിട്ടയർമെൻറ്റിന് മുമ്പ് എൻ്റെ ജോലി പോയി ഞാൻ വീട്ടിലിരിക്കേണ്ടി വരുമെന്നൊക്കെ പുള്ളി പറയുവാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നേരെ ഇവനെ വലിച്ചിറക്കിക്കൊണ്ട് നമ്മുടെ സൂപ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകാനുള്ള പരിപാടി കാണിക്കുവാണേ. സൂപ്രണ്ടിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് സാറേ ഇവൻ കമ്പി വളച്ച് വെച്ചിരിക്കുമായിരുന്നു സൂപ്രണ്ട്. അപ്പം നമ്മുടെ ഗംഗ സൂപ്രണ്ടിനെ അതിരൂക്ഷമായി നോക്കണം. എന്താണ് വൃത്തികെട്ട നോട്ടാണ് നീ നോക്കുന്നത്, ഞങ്ങളുടെ കൺട്രോളിൽ നീ ചോര തുപ്പും, നിന്നെ ഞാൻ ഇടിച്ച് ചോര തുപ്പിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ചെന്നൈയിലെ കളിയൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പുള്ളി ഭയങ്കര എന്നിട്ട് പറയും. സൂപ്രണ്ട് പറയണേ, ഏതു നേരം ഇവൻ വിശ്രമത്തിലാണ്, ഇവൻ എന്താ പ്രത്യേകത, പുറത്തിറങ്ങിയാൽ ആളുകളെ കൊല്ലുന്നതാണ് ഇവൻ്റെ ശീലം, നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്, നിൻ്റെ വായിലെന്താടാ നാക്ക് പിഴുത് കളയണോടാ എന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് നേരെ ഇയാൾ സൂപ്രണ്ട് അങ്ങ് തല്ലാനുള്ളൊരു പരിപാടിയിൽ വരുമ്പോൾ നേരെ വാർഡൻ പിടിച്ചു മാറ്റുമോ സൂപ്രണ്ടിനെ ഇവനെയും കൂടി. അപ്പോൾ സൂപ്രണ്ടൻ വാർഡനോട് പറയടാ തല്ലട അവൻ്റെ മേത്തടിക്കുക. അപ്പോൾ വാർഡനെ ഇടിച്ചല്ലേ പറ്റൂ, വാർഡൻ ഇടിക്കും, മുഖത്തടിക്കണം, മുഖത്തും അടിച്ചു. ഈ അങ്കക്കലിയുമായി നീ ഇവിടെ ഇടിച്ച് പിഴിഞ്ഞ് നിന്നെ എന്താക്കും എന്നൊക്കെ പറയണേ. എന്നിട്ട് പറയണേ, എടോ തനിക്കങ്ങ് നട്ടലില്ലോടോ എന്നൊക്കെ നമ്മുടെ വാർഡനോട് നമ്മൾ സൂപ്രണ്ട് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ജയിലിൽ ഇവന്മാർക്കൊക്കെ ഒത്തിരി ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ ആവണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വാർഡൻ എൻ്റെ പടി കളയരുതടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെയും വിളിച്ചുകൊണ്ട് പോവുകയാണേ. ഗംഗ പറയണേ, ഗംഗ ഇയാളോട് അന്നത്തെ
ദിവസം ഞാനിവിടെ നിന്ന് എന്തായാലും സാറേ ഒരു ദിവസം പുറത്തിറങ്ങും, അന്നത്തെ ദിവസം ഇങ്ങേര് ഇവിടെ തൂങ്ങി ആടും എന്നൊക്കെ പറയുവാണ്. ആരാ? നമ്മുടെ സൂപ്രണ്ട് വിക്രം. ചോദിക്കുക എന്ത് പറ്റി ചേട്ടാ, മുഖത്തൊക്കെ പാടുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ പറയുക, എടാ അയാൾ എന്നെ കൈ വെച്ചടാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പുറത്ത് പോകാമെന്ന് വിചാരിച്ചത് നടക്കാതെ ആയി എന്ന് പറയാം. നല്ല ഒരു വഴിയാണ് ഉണ്ടാക്കിയെടുത്തത്, പക്ഷെ അതൊക്കെ നശിപ്പിച്ചു. ഈ സൂപ്രണ്ടിനെ ഞാൻ പുറത്തിറങ്ങി ഇയാളുടെ ഭാര്യയുടെ മുമ്പിലിട്ട് ഇയാൾ റിട്ടയർമെൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ദേഷ്യം അങ്ങ് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഗംഗ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വിക്രം പറയുക, ഇനി ചേട്ടൻ സൂക്ഷിക്കണം കേട്ടോ, ചേട്ടന് അമിതമായി ശ്രദ്ധയുണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഗംഗ പറയുക, എന്നെ കൊണ്ട് ഇരട്ടി പണി എടുപ്പിക്കും അയാൾ. മനോഹർ പറയുക, ആരെയും പിണക്കരുത്, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ എന്ന് പറയാം. അപ്പം ഗംഗ പറയും, ഞാൻ ആരെയും പിണക്കിയതല്ല, ഞാൻ പുറത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ സ്റ്റെഫി പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നതോടെ കഴിയും. അടുത്തതായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണിയും കിരണും കൂടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. അപ്പോൾ സരയും അങ്ങോട്ട് വരുക. സരയ് ചോദിക്കുക, എന്നെ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കാൻ പറയാം, നിനക്ക് ഇത്രയും കാലം താരാൻറ്റി എൻ്റെ അച്ഛൻ്റെ ചിലവിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, നിനക്ക് നിൻ്റെ സ്വന്തം അമ്മയ്ക്ക് ചിലവിന് കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? അതുമല്ല, താരാൻറ്റിക്ക് സന്തോഷമായിരിക്കും സ്വന്തം മോളുടെ ചിലവിൽ ജീവിക്കുക പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കാര്യം തീരുമാനിച്ചു, നിനക്ക് സാലറിയുടെ പകുതി അഡ്വാൻസായി തരാമെന്ന്. അപ്പോൾ താരാൻറ്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറയുകയാണേ. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം സംസാരിക്കുന്ന കല്യാണിയാണ് കേട്ടോ. കല്യാണിക്കാണ് പവർ കിരൺ കൊടുത്തിരിക്കുന്നത്, നീ പറഞ്ഞോന്ന് പറഞ്ഞിട്ടേ. എന്നിട്ട് അപ്പോൾ കല്യാണി പറയും, ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ ലാഭവിഹിതത്തിൻ്റെ പങ്ക് എല്ലാ സ്റ്റാഫിനുമായിട്ട് വീതിച്ചു കൊടുക്കും, അതുകൊണ്ട് എല്ലാ സ്റ്റാഫും നല്ല ഹാപ്പിയാണ്. വേറൊരു കമ്പനിയിൽ ഇങ്ങനെയുള്ള രീതികളൊന്നും ഇല്ല, ഇവിടെ അതുപോലെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ കല്യാണി പറയാം, നീ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയല്ലേ, അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് നിനക്കൊരു പ്ലാൻ വരച്ചിട്ട് നിനക്ക് സ്വന്തമായൊരു വീടൊക്കെ ഭാവിയിൽ വയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചപ്പോൾ സരയുന് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.